വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. കേരള വാട്ടർ അതോറിറ്റിയുടെ സിലബസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 431/2023 ലാബ് അസിസ്റ്റൻറ്റ് കേരള വാട്ടർ അതോറിറ്റി. സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണ് ഇതിൻ്റെ സെലക്ഷൻ നടക്കുന്നത്. എക്സാം ഡേറ്റ് വരുന്നത് 2024 ജൂലൈ 13 സാറ്റർഡേ ആയിട്ടാണ് എക്സാം വരുന്നത്. പിന്നെ ഇതിൻ്റെ കൺഫർമേഷൻ നമുക്ക് മൺഡേ മുതൽ കൊടുക്കാനായിട്ട് പറ്റും. മൺഡേ മുതൽ അടുത്ത മാസം 11 വരെ, അതായത് എക്സാക്ട് ഡേറ്റ് പറയുകയാണെങ്കിൽ 22/4/2024 മുതൽ 11/5/2024 വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ്. അഡ്മിഷൻ ടിക്കറ്റ് നമുക്കൊരു 28/6/2024 മുതൽ ഒരു ജൂൺ 28 മുതൽ നമുക്ക് അഡ്മിഷൻ ടിക്കറ്റ് അവൈലബിൾ ആവുന്നതാണ്. മോഡ് ഓഫ് എക്സാമും ടോട്ടൽ മാർക്കും പറയുന്നത് ഓൺലൈൻ OMR ആയിട്ടാണ്. അതുപോലെ 100 മാർക്സാണ് വരുന്നത്. എക്സാമിൻ്റെ മീഡിയം ഇംഗ്ലീഷ് ആണ്. കൂടാതെ ഇതിൻ്റെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ 1 hour 30 minutes ആണ് വരുന്നത്. ഇനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്, എത്ര കുട്ടികളാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ 2,62,324 കുട്ടികളാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ സിലബസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ലാബ് അസിസ്റ്റൻറ്റ് ഇൻ കേരള വാട്ടർ അതോറിറ്റി. കാറ്റഗറി നമ്പർ 431/2023. അപ്പോൾ പാർട്ട് 1 വരുന്നത് MLT ആണ്. MLT ഭാഗത്ത് നിന്ന് 50 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസും MLT എന്നാണ് വരുന്നത്. അപ്പോൾ മൊഡ്യൂൾ ഫസ്റ്റിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അതിൽ വരുന്നത് ബേസിക് ലബോറട്ടറി ടെക്നിക്സ്. ഇതിൻ്റെ ക്ലാസ് നമ്മൾ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വരുന്നത് നോളേജ് ഓഫ് ലബോറട്ടറി കെമിക്കൽസ്, ഹസാർഡ് സിമ്പിൾസ്, വാർണിംഗ് സിമ്പിൾസ്, സേഫ്റ്റി പ്രിക്കോഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് കെമിക്കൽസ്, ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ജനറൽ ഗ്ലാസ് വെയേഴ്സ്, ന്യൂ ഗ്ലാസ് വെയേഴ്സ്, ബ്ലഡ് സ്റ്റെയിൻഡ് പിപ്പറ്റ്സ്, സ്ലൈഡ്സ്, കൾച്ചർ പ്ലേറ്റ്സ് എക്സെട്ര. നെക്സ്റ്റ് വരുന്നത് ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ് യൂസ്ഡ് ആൻഡ് ബയോ സേഫ്റ്റി പ്രിക്കോഷൻസ് ഇൻ കേസ് ഓഫ് സ്പെസിമെൻസ് സ്പില്ലേജ്. ദെൻ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെൻറ്റ്. അതിൽ വരുന്നത് കാറ്റഗറീസ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്, കളർ കോഡിംഗ്, ടൈപ്പ് ഓഫ് കണ്ടെയ്നേഴ്സ്, കളക്ഷൻ, ട്രാൻസ്പോർട്ട് ആൻഡ് ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. Basic first aid techniques for cuts and bruises, burn injury, etc. Sample collection and processing, bar coding, safety precautions, processing of samples, etc. Then common instruments used in laboratories, incubators, centrifuge, semi-auto analyzers, calorimeter, micropipettes, etc. Distillation and deionization apparatus and use, laboratory management സിസ്റ്റം. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 2 13 മാർക്സ്, 13 മാർക്സ് മൊഡ്യൂൾ 2 എന്നാണ് വരുന്നത്. മൊഡ്യൂൾ 2 ബ്ലഡ് ആൻഡ് ഫ്ലബോട്ടമി, അതിൽ 10 മാർക്സ് ആണ് വരുന്നത്. മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ, അതിൻ്റെ സബ് കാറ്റഗറീസ് ആണ് കാപ്പിലറി പങ്ക്ചർ, ആർട്ടേറിയൽ പങ്ക്ചർ ആൻഡ് വീനസ് പങ്ക്ചർ ആൻഡ് വാക്യൂം ടൈനർ. അതിൽ വരുന്നത് കളർ കോഡ്സ് ഫോർ വയൽസ്. സൈറ്റ്സ് ഓഫ് ബ്ലഡ് കളക്ഷൻ കാപ്പിലറി ആൻഡ് വീനസ്. പിന്നെ ആൻറ്റി കൊയാഗുലൻറ്റ് യൂസ്ഡ്, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. പിന്നെ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ്, ലീഷ്മാൻ സ്റ്റെയിനിങ് പ്രൊസീജിയറും അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും. പിന്നെ ബ്ലഡ് സെൽസ് ടൈപ്പ് RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ അതിൻ്റെ ഐഡൻറ്റിഫൈങ് ക്യാരക്ടേഴ്സും അതുപോലെ നോർമൽ റേഞ്ചൊക്കെയാണ് നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഹെമറ്റോളജിയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഹീമോസൈറ്റോമെട്രി, കൗണ്ടിങ് ചേമ്പറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ടോട്ടൽ സെൽ കൗണ്ട്സ്, RBC, WBC, പ്ലേറ്റ്ലെറ്റ്, അബ്സല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട്, അതിൽ ഡയലൂട്ടിങ് ഫ്ലൂയിഡ്സ്, നോർമൽ വാല്യൂ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഇതൊക്കെ നോക്കാനുണ്ട്. ദെൻ റെറ്റിക്കുലോസൈറ്റ് കൗണ്ട്, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, ഹീമോഗ്ലോബിൻ എസ്റ്റിമേഷൻ, എന്യൂമറേറ്റ്സ് മെത്തേഡ്, WHO റെക്കഗ്നൈസ്ഡ് മെത്തേഡ്, സയാൻ മെത്ത് ഹീമോഗ്ലോബിൻ മെത്തേഡ്, അതുപോലെ അതിൻ്റെ സിഗ്നിഫിക്കൻസ്. PCV, അതിൽ മെത്തേഡ്സ് വിൻട്രോബ്സ് മെത്തേഡ്, നോർമൽ വാല്യൂ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ദെൻ ESR, അതിലും മെത്തേഡ് അതുപോലെ നോർമൽ വാല്യൂ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ടെസ്റ്റ് ഫോർ കൊയാഗുലേഷൻ, ബ്ലീഡിംഗ് ടൈം മെത്തേഡ്സ് ആൻഡ് നോർമൽ വാല്യൂ, ഡ്യൂക്സ് മെത്തേഡ്, ക്ലോട്ടിംഗ് ടൈം മെത്തേഡ്സ് ആൻഡ് നോർമൽ വാല്യൂ ഓഫ് കാപ്പിലറി ട്യൂബ് മെത്തേഡ്. പിന്നെ ഓട്ടോമേഷൻ, അതിൽ ഹെമറ്റോളജി അനലൈസർ, ഹീമോഗ്രാം, CBC പ്രിൻസിപ്പിൾസ്.
ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബ്ലഡ് ബാങ്കിങ് ആൻഡ് ഇമ്മ്യൂണോ ഹെമറ്റോളജി. അതിൽ 3 മാർക്സ് ആണ് വരുന്നത്. ബ്ലഡ് ഗ്രൂപ്പ്സ്, ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡീസ്, ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ABO ആൻഡ് RH സിസ്റ്റം ഇൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ. ദെൻ ബ്ലഡ് ഗ്രൂപ്പിംഗ് ടെക്നിക്സ്, അതിൽ 2 മെത്തേഡാണ് പഠിക്കാൻ പറയുന്നത്. സെൽ ഗ്രൂപ്പിംഗ് ആൻഡ് സെറം ഗ്രൂപ്പിംഗ്. സെക്കൻഡ് വണ്ണാണ് സ്ലൈഡ് ആൻഡ് ട്യൂബ് മെത്തേഡ്. ട്രാൻസ്ഫ്യൂഷൻ ഫ്ലെബറ്റോമി, അതിൽ വരുന്നത് ഡോണർ സ്ക്രീനിങ്, ഡോണർ സെലക്ഷൻ ക്രൈറ്റീരിയ, ബ്ലഡ് ബാങ്ക് ആൻറ്റികൊയാഗുലൻസ്, കോമ്പാക്റ്റബിലിറ്റി ടെസ്റ്റിംഗ് ആൻഡ് ഇഷ്യൂ ഓഫ് ബ്ലഡ്. ദെൻ ക്രോസ് മാച്ചിങ്, മൈനർ ആൻഡ് മേജർ, മെൻഷൻ 3 ഫേസസ്. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 2 പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 3 ആണ്. 15 മാർക്സ് ആണ് അതിൽ വരുന്നത്. ക്ലിനിക്കൽ പാത്തോളജി 5 മാർക്ക് ക്ലിനിക്കൽ പാത്തോളജിയാണ് വരുന്നത്. അനാലിസിസ് ഓഫ് യൂറിൻ, സ്പ്യൂട്ടം, സ്റ്റൂൾ, സെമൻ, CSF. Then types of sample, collection of sample, physical, chemical and microscopic examination techniques and their importance. നെക്സ്റ്റ് വരുന്നത് ബയോകെമിസ്ട്രി ആണ്. ബയോകെമിസ്ട്രിയിൽ 10 മാർക്സ് വരുന്നത് ബയോകെമിസ്ട്രി തന്നെയാണ്. അതിൽ ബ്ലഡ് ഗ്ലൂക്കോസ് എസ്റ്റിമേഷനാണ് പറയുന്നത്. അതിൽ വരുന്നത് ആ ഒരു ടോപ്പിക്കിൽ വരുന്നത് ടൈപ്സ് ഓഫ് സാമ്പിൾസ്, ദെൻ മെത്തേഡ് ഓഫ് എസ്റ്റിമേഷൻ, നോർമൽ വാല്യൂ, ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്, റിലവൻസ് ഓഫ് HbALC. ദെൻ റീനൽ ഫങ്ഷൻ ടെസ്റ്റ്, അതിൽ എന്യൂമറേറ്റ് ദ കോമൺ ടെസ്റ്റ് ഇൻക്ലൂഡഡ്, അത് ഡിസ്കസ് ചെയ്യാനുണ്ട്. ദെൻ കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് ബ്ലഡ് യൂറിയ, സെറം, ക്രിയാറ്റിനിൻ, അതായത് നോർമൽ വാല്യൂ എത്രയാണെന്നൊക്കെ, പിന്നെ ക്ലിയറൻസ് ടെസ്റ്റ് യൂറിയ ആൻഡ് ക്രിയാറ്റിനിൻ. ദെൻ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അതിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റാണ്. അതിലും കോമൺ ടെസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത്. ദെൻ മെത്തേഡ് യൂസ്ഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് ബിലിറൂബിൻ, ദെൻ ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഇൻക്ലൂഡിങ് ഇൻ ലിപ്പിഡ് പ്രൊഫൈൽ, then common method for estimation of cholesterol, then other parameters of diagnostic importance, serum electrolyte, sodium, potassium, normal value and clinical significance, then name of cardiac markers നെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യണം. then name of tumor markers, then clinically important ആയിട്ടുള്ള ഹോർമോൺസും അതുപോലെ എൻസൈംസും. then automation in biochemistry, അതിൽ ടൈപ്സ് ഓഫ് അനലൈസേഴ്സ്, വാരിയസ് അസേ ടെക്നിക്സ്, POCT എക്സെട്ര. ദെൻ നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 4 ആണ്. 12 മാർക്ക് വരുന്നത് മൊഡ്യൂൾ 4 നിന്നാണ്. അതിൽ വരുന്നത് മൈക്രോബയോളജി, ഫസ്റ്റ് പാർട്ട് മൈക്രോബയോളജിയാണ്. 5 മാർക്ക് മൈക്രോബയോളജിയിലാണ് വരുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ ബേസ്ഡ് ഓൺ മോർഫോളജി, അപ്പോൾ മോർഫോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ദെൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ, സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്നത് ഹോട്ട് എയർ ഓവൻ, ഓട്ടോക്ലേവ്, അതിൻ്റെ ഓപ്പറേഷൻ പ്രൊസീജിയർ, പ്രിപ്പറേഷൻ ഓഫ് ആർട്ടിക്കിൾസ്, ദെൻ പ്രിക്കോഷൻ ടു ബി ടേക്കൺ ആൻഡ് യൂസ്, ദെൻ ഡിസിൻഫെക്റ്റൻസും ആൻറ്റിസെപ്സിസും, അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ദെൻ കൾച്ചർ മീഡിയയിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് കൾച്ചർ മീഡിയ വിത്ത് എക്സാമ്പിൾ. ദെൻ കൾച്ചർ മെത്തേഡ്സ് ഏതൊക്കെയാണ്? സ്ട്രീക്ക് മെത്തേഡ്, സ്ട്രോക്ക് മെത്തേഡ്, സ്റ്റാബ്, ലോൺ കൾച്ചർ, അനേറോബിക് ടെക്നിക്സ്, അതായത് ഗ്യാസ് പാക്ക് പോലുള്ളത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ തന്നെയാണ്. അതിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഡിറ്റക്ഷൻ ഓഫ് മോട്ടിലിറ്റി, അതിൻ്റെ നെയിം ഓഫ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. അതിലൊരു ഇമ്പോർട്ടൻറ്റ് മെത്തേഡാണ് ഹാങ്ങിങ് ഡ്രോപ്പ് മെത്തേഡ്. ദെൻ സ്റ്റെയിനിങ്ങിൽ സിമ്പിൾ സ്റ്റെയിനിങ്, ഗ്രാം സ്റ്റെയിൻ, AFB സ്റ്റെയിന്, അതിൻ്റെ ടെക്നിക്ക്, ഡയഗ്നോസ്റ്റിക് സിഗ്നിഫിക്കൻസുകൾ. ദെൻ നെക്സ്റ്റ് അതിൽ തന്നെ ബയോകെമിക്കൽ ടെസ്റ്റുകളുണ്ട്. ഓക്സിഡൈസ്, ദെൻ കൊയാഗുലൈസ്, കാറ്റലൈസ് ആൻഡ് ഇംവിക് ടെസ്റ്റ്. ദെൻ സെറോളജിക്കൽ ടെക്നിക്കുകൾ, അഗ്ലോട്ടിനേഷൻ ടെസ്റ്റ്, വൈറൽ ടെസ്റ്റ്, പ്രസിപ്പിറ്റേഷൻ ടെസ്റ്റ്, RPR, VDRL, ദെൻ ELISA, PCR. പാരാസൈറ്റോളജി 2 മാർക്സിനാണ് വരുന്നത്. അതിൽ നമുക്ക് 2 ഡിസീസുകളുടെ ലബോറട്ടറി ഡയഗ്നോസിസാണ് വരുന്നത്. ആ 2 ഡിസീസാണ് മലേറിയ, ഫിലാരിയാസിസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹിസ്റ്റോ ടെക്നോളജി ആൻഡ് സൈറ്റോളജി, ഹിസ്റ്റോ ടെക്നോളജി. അതിലൊരു 5 മാർക്സ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ വരുന്നത് ടിഷ്യൂ പ്രോസസ്സിങ്, അതായത് സ്റ്റെപ്സ് എന്തൊക്കെയാണ്, ഫിക്സേഷൻ ടെക്നിക്കുകൾ എന്തൊക്കെയാണ്, ഹിസ്റ്റോ കൈനേറ്റ്, അതുപോലെ മൈക്രോടോംസ്, സ്റ്റെയിനിങ്, ഇതെല്ലാമാണ് വരുന്നത്. ദെൻ ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി എന്താണ്, അതിൻ്റെ ടൈപ്സ് ഓഫ് സ്പെസിമെൻസ്, പ്രോസസ്സിങ്, ഫിക്സേഷൻ, സ്റ്റെയിനിങ്, അഡ്വാൻറ്റേജസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡയഗ്നോസ്റ്റിക് സൈറ്റോളജി, ഇതെല്ലാമാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ പാർട്ട് 2 വരുന്നതാണ് ഫിസിക്സിന് ഒരു 15 മാർക്സ് ആണ് വരുന്നത്. ഇതിൽ
മൊഡ്യൂൾ 1 വരുന്നത് 4 മാർക്സിനുള്ളതാണ്. അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, കൈനമാറ്റിക്സ്, മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈൻ ആൻഡ് പ്ലെയിൻ, ഡൈനാമിക്സിൽ ലോസ് ഓഫ് മോഷൻ ആൻഡ് വർക്ക്സ്, എനർജി, പവർ. ദെൻ അതിൽ വരുന്ന അടുത്തത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ഗ്രാവിറ്റേഷൻ. നെക്സ്റ്റ് മൊഡ്യൂൾ 2 വരുന്നത് 3 മാർക്സിനാണ്. മൊഡ്യൂൾ 3 വരുന്നത് അതിൽ മെക്കാനിക്സ് ഓഫ് സോളിഡ് ആൻഡ് ഫ്ലൂയിഡ്സ് ആ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ദെൻ ഹീറ്റ് ആൻഡ് തെർമോഡൈനാമിക്സ്, ഓസിലേഷൻ ആൻഡ് വേവ്സ്, ഇത്രയും ചാപ്റ്റേഴ്സാണ് ഇതിൽ പഠിക്കാനുള്ളത്. ദെൻ മൊഡ്യൂൾ 3 4 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ്, ദെൻ ഇലക്ട്രോഡൈനാമിക്സ് അതായത് കറണ്ട്, ഇലക്ട്രിസിറ്റി, ദെൻ മൂവിങ് ചാർജസ് ആൻഡ് magnetism, then electromagnetic induction and AC, then electromagnetic wave. നെക്സ്റ്റ് വരുന്നത് മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 4 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. റേ ആൻഡ് വേവ് ഒപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, ഡ്യുവൽ നാച്ചർ ആൻഡ് റേഡിയേഷൻ ആൻഡ് മാറ്റർ, ആറ്റം ആൻഡ് ന്യൂക്ലിയൈ, ദെൻ സെമി കണ്ടക്ടർ ഫിസിക്സ്. ഇതെല്ലാമാണ് ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ വരുന്നത്. ദെൻ പാർട്ട് 3 കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയിൽ വരുന്ന ചാപ്റ്റേഴ്സ് നമുക്ക് നോക്കാം. മൊഡ്യൂൾ 1 വരുന്നത് മാത്രമല്ല കെമിസ്ട്രിയിൽ 14 മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ മൊഡ്യൂൾ 1 വരുന്നത് ഫിസിക്കൽ കെമിസ്ട്രി 4 മാർക്സിനാണ് ഫിസിക്കൽ കെമിസ്ട്രിയിൽ എല്ലാ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതിൽ ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി വരുന്നുണ്ട്, പിന്നെ ഇക്വിലിബ്രിയം, കൺസെപ്റ്റ് ഓഫ് pH, അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സ് അതിൽ വരുന്നുണ്ട്, സെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെ മൊഡ്യൂൾ 2 ഇനോർഗാനിക് കെമിസ്ട്രിയാണ്. അതിൽ പീരിയോഡിക് ടേബിൾ, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഹൈഡ്രജൻ, ടൈപ്സ് ഓഫ് വാട്ടർ, എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്, പി ബ്ലോക്സ്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് വരുന്നത്. ദെൻ മൊഡ്യൂൾ 2 വരുന്നത് ഓർഗാനിക് കെമിസ്ട്രി 5 മാർക്സിന് ഓർഗാനിക് കെമിസ്ട്രി മാർക്സ് വരുന്നുണ്ട്. ദെൻ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബേസിക് പ്രിൻസിപ്പിൾസ്, ടെക്നിക്സ്, UPSC നെയിംസ്, നോമൻക്ലാച്ചർ ഓഫ് ഓർഗാനിക് മാറ്റേഴ്സ്, കോമ്പൗണ്ട്സ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, അതൊക്കെയാണ് വരുന്നത്. ദെൻ പാർട്ട് 4 ആണ് ബോട്ടണി. അപ്പോൾ ബോട്ടണിയിൽ 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൊഡ്യൂൾ 1 സെൽ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻസ്, മൊഡ്യൂൾ 2 റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്, ദെൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. മൊഡ്യൂൾ 3 വരുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ. അതിൽ സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ, അതെല്ലാമാണ് വരുന്നത്. മൊഡ്യൂൾ 4 വരുന്നത് ബയോടെക്നോളജി. അപ്പോൾ ബയോടെക്നോളജിയിൽ 2 മാർക്സാണ് വരുന്നത്. അതിൽ ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സ്, ദെൻ ബയോടെക്നോളജി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഈ 2 ചാപ്റ്റേഴ്സാണ് നമുക്കതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 5 എക്കോളജിയാണ്. അതിലൊരു 1 മാർക്കിനാണ് എക്കോളജി എന്ന് വരുന്നത്. അതിൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ, എക്കോസിസ്റ്റം, എൻവിറോൺമെൻറ്റൽ ഇഷ്യൂസ്, ഇതെല്ലാമാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് പാർട്ട് 5 ആയിട്ട് വരുന്നത് സുവോളജിയാണ്. സുവോളജിയിൽ നിന്നും ഇതുപോലെ 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മൊഡ്യൂൾ 1 ഹ്യൂമൻ ഫിസിയോളജിയാണ്. അതിൽ വരുന്ന ചാപ്റ്റേഴ്സ് അതിൽ 3 മാർക്സ് ആണ് വരുന്നത്. ചാപ്റ്റേഴ്സ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ് ആൻഡ് സർക്കുലേഷൻ, എക്സ്ക്രീറ്ററി പ്രൊഡക്റ്റ് ആൻഡ് ദെയർ എലിമിനേഷൻ, ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്സ്, ന്യൂറൽ കൺട്രോൾ ആൻഡ് കോഓർഡിനേഷൻ, കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻ്റഗ്രേഷൻ, ഹ്യൂമൻ റീപ്രൊഡക്ഷൻ, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ ഇതെല്ലാമാണ് മൊഡ്യൂൾ 1 വരുന്നത്. ദെൻ മൊഡ്യൂൾ 2 ജെനറ്റിക്സ് ആണ്. അതിൽ 2 മാർക്സ് ആണ്. ഹെറിഡിറ്റി ആൻഡ് വാരിയേഷൻ, മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്. ദെൻ മൊഡ്യൂൾ 3 വരുന്നത് ബയോളജി ഇൻ ഹ്യൂമൻ വെൽഫെയർ. അതിൽ 1 മാർക്കിനുള്ളതാണ് വരുന്നത്. അതിൽ വരുന്നൊരു ചാപ്റ്റർ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്, അതാണ് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് മൊഡ്യൂൾ 4 പറയുന്നത് അനിമൽ കിങ്ഡം. അതിൽ നിന്നും 1 മാർക്കിനാണ് വരുന്നത്. ദെൻ ഇതിൽ വരുന്ന ഒരു എക്സ്ട്രാ അഡീഷണൽ ആയിട്ടുള്ള ഒരു പാർട്ട് 6 ആണ് മാത്തമാറ്റിക്സ്. അതിൽ നിന്ന് 7 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. മാത്സിൽ വരുന്നത് ഫസ്റ്റ് സെറ്റ്സിനെ കുറിച്ചിട്ട്, രണ്ടാമത്തെ റിലേഷൻസ് ആണ്, തേർഡ് 1 ഫങ്ഷൻസ്, ഫോർത്ത് 1 ഫാക്ടോറിയൽ ഓഫ് നമ്പേഴ്സ്, ദെൻ ഫിഫ്ത്ത് 1 progression, 6th 1 trigonometry, 7th 1 conic, 8th 1 vector, 9th 1 derivatives, and last one is straight lines. അതിൽ സ്ലോപ്സ്, ഇൻ്റർസെപ്റ്റ്, എക്സെട്ര ഇതെല്ലാമാണ് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയാണ് ഇതിനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ്. നമ്മളിതിൽ ഓൾറെഡി കുറച്ച് ക്ലാസ്സൊക്കെ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ക്ലാസ്സുകൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇടുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും നന്നായി പഠിക്കുക, നന്നായി തന്നെ എക്സാം എഴുതാൻ നോക്കുക.